ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. ദൈവത്തിൻ്റെ ചൈതന്യം ദേവാലയം വിട്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട് ദൈവം തൻ്റെ ആലയത്തിലേക്ക് മടങ്ങി വരുമെന്നും. ഇന്ന് യേശുവിൻ്റെ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ലോകം ആ കാഴ്ച കാണുകയാണ്. ദൈവം തൻ്റെ ആലയത്തിലേക്ക് വരുന്നു. ആ വരവ് എന്നാൽ ശിക്ഷിക്കാനായിട്ടുള്ള വരവല്ല, ആഘോഷങ്ങളുടെ അകമ്പടിയോടു കൂടെയുള്ള വരവല്ല, മറിച്ച് ഒരു ശിശുവിൻ്റെ ഏറ്റവും നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ രൂപത്തിലാണ് ദൈവം തൻ്റെ ആലയത്തിലേക്ക് മടങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, നാമും ദൈവത്തിൻ്റെ ആലയമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ളവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാമാകുന്ന നമ്മുടെ ശരീരമാകുന്ന ആലയത്തിൽ നിന്ന് ദൈവിക ചൈതന്യം വിട്ടുപോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥയല്ലേ അത്? നാം വിദ്വേഷവും വെറുപ്പും നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ, ചില തഴക്ക ദോഷങ്ങളിൽ നമ്മുടെ ജീവിത ശൈലിയാകുമ്പോൾ, സോഷ്യൽ മീഡിയയ്ക്കൊക്കെ നാം അടിമപ്പെടുമ്പോൾ, ചില പാറ്റേണുകൾ, ചില ജീവിത ശൈലികളിൽ നാം കുടുങ്ങി കിടക്കുമ്പോൾ, അതിൽ നിന്ന് ഒരു മോചനമില്ലാതെ തടവറയിൽ കിടക്കുന്നത് പോലെ നാം ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു മൊബൈൽ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഇവയിലൂടെയൊക്കെ നാം അതിലൊക്കെ അടിമപ്പെടുമ്പോൾ ആ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മിൽ നിന്ന് അകന്നു പോകുകയല്ലേ? ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥയല്ലേ അത്? ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മെ ശുദ്ധീകരിക്കുമെന്നും മലാക്കി പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. മലാക്കി പ്രവാചകൻ പറയുന്നത്, ഒരു അലക്കുകാരൻ തൻ്റെ കാരം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഉലയിൽ ജോലി ചെയ്യുന്നവൻ വെള്ളിയോ സ്വർണ്ണമോ പോലുള്ള ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്നത് പോലെ കഠിനമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നാം കടന്നു പോകുമ്പോൾ അങ്ങനെ കടത്തിവിട്ടുകൊണ്ട് കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുമെന്നും കർത്താവ് മലാക്കി പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ചൈതന്യം നമ്മിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഈ ശുദ്ധീകരണ അവസ്ഥയിലൂടെ നാം കടന്നു പോകുക തന്നെ വേണം. നാം കാണുന്നുണ്ട്, നാം ശരീരം കൊണ്ടാണ്, ദേവാലയമാകുന്ന നമ്മുടെ ശരീരം കൊണ്ടാണ് പാപം ചെയ്യുന്നത്. ഈ ശരീരത്തിലാണ് ദൈവം ആ ഏറ്റവും നിസ്സഹായനായിട്ടുള്ള ഒരു കുഞ്ഞ് കിടക്കുന്നത് പോലെയാണ് ആ കുരിശിൻ്റെ മാറിൽ കിടന്നുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവനും പാപങ്ങൾ നീക്കിക്കളയുവാൻ പോകുന്ന ആ ഏറ്റവും വലിയൊരു കാരമായിട്ട്, ഒരു ശുദ്ധീകരണത്തിൻ്റെ ഉലയായിട്ട് യേശുനാഥൻ തന്നെ തൻ്റെ ശരീരത്തെ കുരിശിൽ സമർപ്പിക്കുന്ന കാഴ്ച, അത് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പാപങ്ങൾ അവൻ സ്വന്തം ശരീരത്തിൽ സഹിച്ചുകൊണ്ടാണ് നമ്മിലേക്ക് അവിടുന്ന് വരുവാനായിട്ട്, ദൈവിക ചൈതന്യം നമ്മിൽ പുനഃസ്ഥാപിക്കുവാനായിട്ട് അവിടുന്ന് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം തയ്യാറാണോ യേശുവിൻ്റെ ചൈതന്യത്തെ സ്വീകരിക്കുവാനായിട്ട്, ദൈവിക ചൈതന്യം നമ്മിലേക്ക് മടങ്ങി വരുവാനായിട്ട്? യേശുവിൻ്റെ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ ശരീരം ദേവാലയമാണ്. ദൈവത്തിൻ്റെ ചൈതന്യം എന്നും നിലനിൽക്കുന്ന ആലയങ്ങളായി നമ്മുടെ ജീവിതം മാറട്ടെ, നമ്മുടെ ശരീരം മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.